ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമൂസേൻ്റെ റെസിപ്പിയാണ്. സമൂസ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസേൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള വെജിറ്റബിൾ സമൂസേൻ്റെ ഫില്ലിംഗ് ആണ്. നമുക്ക് ഈ സെയിം മസാല തന്നെ ബീഫോ ചിക്കനോ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. ഇനിയിപ്പം ഈ സവാള നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ സവാളൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണില്ല. കുട്ടികളെല്ലാം കഴിക്കണോണ്ട് തന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ സമൂസ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പൊടികൾ ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത്ര നേരം ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ക്യാരറ്റ് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ക്യാരറ്റും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാബേജും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ഫില്ലിങ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ നോർമൽ വെജിറ്റബിൾ സമൂസയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഈ മസാല ഒന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സമൂസ റോൾ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യം നമ്മൾ ഷീറ്റ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒരു കോണ് പോലെ ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക കേട്ടോ. ഓവർ ഫില്ലിങ് കുത്തി നിറക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഫില്ലിങ് വെക്കുന്നതാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ എഡ്ജസിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദയും ജസ്റ്റ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ എല്ലാ സമൂസ ഷീറ്റും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നല്ലോണം ചൂടാവാത്ത എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എണ്ണ ഓവർ ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 സൈഡും ഒന്ന് കളറ് ചേഞ്ച് ആക്കി എടുക്കണം. നല്ലോണം കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട.
ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇതിലും കുറച്ചും കൂടി കളറ് ഡാർക്കായിട്ട് വരും കേട്ടോ. സമൂസ നമുക്ക് പല ടൈപ്പ് ഫില്ലിങ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. ഈ ഒരു ടൈപ്പ് ഫില്ലിങ്ങിൽ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു നോമ്പിന് റെഡിയാക്കി നോക്കാട്ടെ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ബൈ ബൈ.